ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റാലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ HSC ഫിസിക്കൽ സയൻസിൻ്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് ആണ് ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കെമിസ്ട്രി ക്ലാസ്സസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി അതുപോലെ തന്നെ VSEPR തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ മൊഡ്യൂൾ 6 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിലബസ് നമ്മൾ പഴയ സിലബസ് വെച്ചിട്ടാണ് പറയുന്നത്, കാരണം പുതിയൊരു സിലബസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് പഴയ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സിലബസ് ഇത് പുതിയതാണോ എന്ന്. അപ്പോൾ അത് പറയാണ്, അതാണ് ഞാൻ ക്ലിയർ ആക്കിയത്, ഇത് പഴയതാണ്. അതുപോലെ ടെക്സ്റ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ മലയാളത്തിലുള്ള ടെക്സ്റ്റ് എവിടെ നിന്നാണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മലയാളത്തിലുള്ള ടെക്സ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ ഇത് കണക്ക് തന്നെ അല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. NCERT മലയാളം വേർഷൻ എന്താണ്, നിങ്ങൾക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് VSEPR തിയറി വരെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹൈബ്രിഡൈസേഷൻ തൊട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഓക്കെ, സങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അമോണിയ, മീഥെയിൻ, വാട്ടർ തുടങ്ങിയ ബഹു അറ്റോമിക തന്മാത്രകളുടെ സവിശേഷ ജാമിതീയ ഘടനകൾ വിവരിക്കുന്നതിനായി പോളിംഗ് എന്ന ശാസ്ത്രജ്ഞൻ സങ്കരണം എന്ന ആശയം അവതരിപ്പിച്ചു. അല്ലെ, സങ്കരണം അല്ലെങ്കിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ. നമ്മളിപ്പോൾ എന്താണ് മോളിക്കുലാർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെ, ജോമെട്രിക്കൽ സ്ട്രക്ചർ, അതാണ് ഈ ജാമിതീയ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോമെട്രിക്കൽ സ്ട്രക്ചർ അല്ലെ മോളിക്കുലാർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് എന്താണ് ഈ ഒരു മോളിക്കുലാർ സ്ട്രക്ചർ നമ്മുടെ പോളിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് വാലൻസ് ബോണ്ട് തിയറി ആയിരുന്നു, അല്ലെ. വാലൻസ് ബോണ്ട് തിയറിയിലും അതുപോലെ തന്നെ VSEPR തിയറിയിലും ഒക്കെ എന്താ പറയുന്നത്, നമ്മുടെ വാലൻസ് ബോണ്ട് തിയറിയിൽ ഓവർലാപ്പിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ. അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എന്താണ്, സങ്കരണമാണ് നടക്കുന്നത്. സങ്കരണം എന്ന് പറയുന്നത് എന്താണ്, ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർമിക്സിംഗ് എന്നൊക്കെ പറയാം, അല്ലെ. മറ്റേടത്ത് ഓവർലാപ്പിംഗ് ആണ്, ഇവിടെ എന്താണ് ഇന്റർമിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അറ്റോമിക് ഓർബിറ്റലുകൾ സംയോജിക്കുമ്പോൾ സങ്കര ഓർബിറ്റലുകൾ എന്ന ഒരു കൂട്ടം പുതിയ സമതുല്യമായ ഓർബിറ്റലുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്, നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യാണ്, എന്നിട്ട് എന്താണ് പുതിയ ഒരു സെറ്റ് ഓഫ് ഇക്വലന്റ് ഓർബിറ്റൽസ്, അതാണ് ഈ സമതുല്യമായ ഓർബിറ്റലുകൾ, അല്ലെ. അപ്പം അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് ഒരു പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ആ പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് രൂപപ്പെടുന്നു. ഇനി ബന്ധന രൂപീകരണത്തിൽ പങ്കെടുക്കുന്നത് ഈ സങ്കര ഓർബിറ്റലുകളാണ്. അപ്പൊ എന്താണ്, ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് എന്താണ് ടേക്ക് പാർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്, അല്ലെ, ഹൈബ്രിഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ്. ഇപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മുടെ സാധാരണ പ്യുവർ ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ആ പ്യുവർ ആയിട്ടുള്ള ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇന്റർമിക്സ് ചെയ്യുന്നു, എന്നിട്ട് പുതിയൊരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഈ പ്രതിഭാസത്തെ സങ്കരണം എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഊർജത്തിൽ ചെറിയ വ്യത്യാസമുള്ള ഓർബിറ്റലുകൾ അവരുടെ ഊർജം പുനർവിന്യസിക്കുവാനായി കൂടിക്കലരുകയും ഊർജവും ആകൃതിയും ഒരുപോലെയുള്ള ഒരു കൂട്ടം പുതിയ ഓർബിറ്റലുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സങ്കരണം, അല്ലെ. നമ്മളിപ്പോ എന്താണ് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഈ മിക്സ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അവർക്ക് ഡിഫറെന്റ് എനർജി ആയിരിക്കും, അല്ലെ. പക്ഷെ അവരുടെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഈക്വൽ എനർജീസ് ഉള്ള ഓർബിറ്റൽസ് ആണ് ഈ ഒരു ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അവരെന്താണ്, അവര് ഹൈബ്രിഡൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ എന്താണ് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അവർക്ക് എന്താണ് ഒരേ ഷേപ്പുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറും. അതാണ് പറയുന്നത്, ഊർജവും ആകൃതിയും ഒരുപോലെയുള്ള ഒരു കൂട്ടം പുതിയ ഓർബിറ്റലുകൾ അവിടെ രൂപപ്പെടുന്നു. അതാണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണമായി, അപ്പൊ ഈ ഉദാഹരണം നോക്കിക്കോ, നമ്മൾ ഇനി കൂടുതൽ ഉദാഹരണം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഫുൾ അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്, കാർബൺ ആറ്റത്തിലെ ഒരു 2s ഓർബിറ്റലും 3 2p ഓർബിറ്റലുകളും സങ്കരണത്തിൽ ഏർപ്പെടുമ്പോൾ 4 പുതിയ sp3 സങ്കര ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഒരു 2sഉം 3 2p ഓർബിറ്റലുകളും ഹൈബ്രിഡൈസ്ഡ് ആകുമ്പോൾ എന്താണ്, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. എന്ത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി
സങ്കരണത്തിന്റെ പ്രധാന സവിശേഷതകൾ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സങ്കര ഓർബിറ്റലുകളുടെ എണ്ണം സങ്കരണത്തിൽ പങ്കെടുക്കുന്ന അറ്റോമിക ഓർബിറ്റലുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന അറ്റോമിക് ഓർബിറ്റൽസിന്റെ എണ്ണത്തിനോട് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. അപ്പൊ സങ്കര ഓർബിറ്റലുകൾക്ക് എല്ലായ്പ്പോഴും ഒരേ ഊർജവും ആകൃതിയുമായിരിക്കും. നമ്മൾ പറഞ്ഞു ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന് എപ്പോഴും സെയിം എനർജിയും സെയിം ഷേപ്പും ആയിരിക്കും. ഓക്കെ. ദെൻ സ്ഥിരതയുള്ള ബന്ധനങ്ങൾ രൂപീകരിക്കുന്നതിൽ തനത് അറ്റോമിക ഓർബിറ്റലുകളേക്കാൾ കൂടുതൽ ഫലവത്താണ് സങ്കര ഓർബിറ്റലുകൾ, അല്ലെ? അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. ഓക്കെ. സങ്കര ഓർബിറ്റലുകൾ അവയിലെ ഇലക്ട്രോൺ ജോഡികൾ തമ്മിലുള്ള വികർഷണം കുറയ്ക്കുന്നതിനും ഒരു സ്ഥിരതയുള്ള ക്രമീകരണം നേടുന്നതിനുമായി ത്രിമാന തലത്തിലുള്ള ചില പ്രത്യേക ദിശകളിലേക്ക് വിന്യസിക്കുന്നു. അതുകൊണ്ട് ഒരു തന്മാത്രയിലെ സങ്കരണ രീതി അതിന്റെ ആകൃതിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ ത്രിമാന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവരിലുള്ള ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിൽ റിപ്പൽഷൻ കുറയ്ക്കുക എന്നുള്ളത്, അതായത് മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റിപ്പൽഷൻ കുറയാന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പൊ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി, റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം എന്താണ് ദൂരത്തായിരിക്കും, അല്ലെ മാക്സിമം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആയിട്ടായിരിക്കും ഈ ഓർബിറ്റൽസിനെ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ക്രമീകരണം, ഒരു സ്ഥിരതയുള്ള ക്രമീകരണം നേടുന്നതിന് വേണ്ടിയിട്ട് ത്രിമാന തലത്തിൽ, അതായത് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, ഓക്കെ, അതാണ് നമ്മുടെ ജോമെട്രിക്കൽ ഷേപ്പ് അതിനെ കുറിച്ചാണ് പറയുന്നത്, ചില പ്രത്യേക ദിശകളിലേക്ക് വിന്യസിക്കുന്നു. അതുകൊണ്ട് ഒരു തന്മാത്രയിലെ സങ്കരണ രീതി അതിന്റെ ആകൃതിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ. അപ്പം ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂളിന്റെ ഷേപ്പിനെ എന്താണ് സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കാണാം, എക്സാമ്പിളോടെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ സങ്കരണത്തിന്റെ പ്രധാന വ്യവസ്ഥകൾ. ഒരു ആറ്റത്തിന്റെ സംയോജകത ഷെല്ലിലെ ഓർബിറ്റലുകളാണ് സങ്കരണത്തിൽ പങ്കെടുക്കുന്നത്. അതായത് എന്താണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ, നമ്മൾ അതിനൊരു പേര് പറഞ്ഞുള്ളൂ, എന്താണ്? വാലൻസ് ഷെൽ, അല്ലെ? വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റലുകളാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. അതുപോലെ സങ്കരണത്തിൽ പങ്കെടുക്കുന്ന ഓർബിറ്റലുകൾക്ക് ഏകദേശം ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് സിമിലർ എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ട് പിന്നെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഈക്വൽ, അല്ലെ, സെയിം ആയിട്ടുള്ള ഈക്വൽ സെറ്റ് ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നത്. ഓക്കെ. സങ്കരണത്തിന് മുമ്പ് ഇലക്ട്രോണിന്റെ ഉത്തേജനം ഒരു ആവശ്യ വ്യവസ്ഥയല്ല. അതുപോലെ തന്നെ അർത്ഥപൂരിത ഓർബിറ്റലുകൾക്ക് മാത്രമേ സങ്കരണത്തിൽ പങ്കെടുക്കാനാവൂ എന്നത് ഒരു നിർബന്ധ വ്യവസ്ഥയല്ല. ചില സന്ദർഭങ്ങളിൽ സംയോജകത ഷെല്ലിലെ പൂരിത ഓർബിറ്റലുകളും സങ്കരണത്തിൽ പങ്കെടുക്കും. അതായത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്, ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ്, അല്ലെ? ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് തന്നെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നുമില്ല. പക്ഷെ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസും എന്താണ്? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കും. വിവിധ ഇനം സങ്കരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആണ് പറയുന്നത്. അപ്പൊ SP-D ഓർബിറ്റലുകൾ പങ്കെടുക്കുന്ന വ്യത്യസ്ത ഇനം സങ്കരണങ്ങളുണ്ട്. അവയെക്കുറിച്ച് വിശദമായി താഴെ കൊടുത്തിരിക്കുന്നു. ആദ്യം എന്താണ്? SP സങ്കരണം അല്ലെങ്കിൽ SP ഹൈബ്രിഡൈസേഷൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഇത്തരം സങ്കരണത്തിൽ ഒരു S ഓർബിറ്റലും ഒരു P ഓർബിറ്റലും കൂടി കലർന്ന് തുല്യമായ 2 SP സങ്കര ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? അതായത് ഒരു S ഓർബിറ്റലും ഒരു P ഓർബിറ്റലും കൂടി ചേർന്നിട്ട് 2 SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. അതുപോലെ സങ്കര ഓർബിറ്റലുകൾ Z അക്ഷത്തിലൂടെ ക്രമീകരിക്കണമെങ്കിൽ SP സങ്കരണത്തിന് അനുയോജ്യമായ ഓർബിറ്റലുകൾ S-ഉം PZ-ഉം ആയിരിക്കണം, അല്ലെ? അപ്പൊ ഈ നമ്മുടെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് Z ആക്സിസിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു S ഓർബിറ്റലും അതുപോലെ തന്നെ PZ എന്ന് പറയുന്ന ഓർബിറ്റലും കൂടെ ആയിരിക്കണം ഹൈബ്രിഡൈസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഓരോ SP സങ്കര ഓർബിറ്റലും 50% S സ്വഭാവവും 50% P സ്വഭാവവും ഉണ്ടായിരിക്കും. ഒരു തന്മാത്രയിലെ കേന്ദ്ര ആറ്റം SP സങ്കരണത്തിൽ ആയിരിക്കുകയും മറ്റ് 2 ആറ്റങ്ങളുമായി നേരിട്ട് ബന്ധിച്ചിരിക്കുകയുമാണെങ്കിൽ അതിന്റെ ആകൃതി രേഖീയമായിരിക്കും.
അപ്പൊ അത് ഓർക്കാലോ. അതിന്റെ ആകൃതി എന്തായിരിക്കും? രേഖീയം. രേഖീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ആണ്. ഓക്കെ, ലീനിയർ ഷേപ്പിലായിരിക്കും. അത് ഓർത്ത് വെച്ചണം. അപ്പൊ sp ഹൈബ്രിഡൈസേഷനിലാണ് സെൻട്രൽ ആറ്റം എങ്കിൽ, അല്ലെ, ഒരു മോളിക്കുലർ ഫോർമേഷനിലെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ഫോമിലാണെങ്കിൽ എന്താണ്? മറ്റ് രണ്ട് ആറ്റങ്ങളുമായി അത് നേരിട്ട് ബന്ധിച്ചിരിക്കുകയെങ്കിൽ അതിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? രേഖീയമായിരിക്കും, അല്ലെങ്കിൽ ലീനിയർ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് ഈ സങ്കരണത്തെ വികർണ സങ്കരണം അല്ലെങ്കിൽ രേഖീയ സങ്കരണം എന്നും പറയും, അല്ലെ. വികർണ സങ്കരണം എന്നും പറയും, രേഖീയ സങ്കരണം എന്നും പറയും. ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ ഓർ ലീനിയർ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, പോസിറ്റീവ് ലോബുകൾ പുറത്തേക്ക് ഉന്തിയതും വളരെ ചെറിയ നെഗറ്റീവ് ലോബുകളോട് കൂടിയതുമായ രണ്ട് sp സങ്കര ഓർബിറ്റലുകളും z അക്ഷത്തിൽ വിപരീത ദിശയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഇതുമൂലം അതിവ്യാപനം കൂടുതൽ ഫലപ്രദമാകുകയും അങ്ങനെ സ്ഥിരത കൂടിയ ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ sp സങ്കരണമുള്ള തന്മാത്രകൾക്ക് ഉദാഹരണം. അപ്പൊ sp ഓർബിറ്റൽസ്, sp ഹൈബ്രിഡൈസേഷൻ ഉള്ള മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത് ബെറിലിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചോണം. ഓപ്ഷൻസിൽ പല എക്സാമ്പിൾസ് തന്നിട്ട് ഇതിലെ ഏത് ഹൈബ്രിഡൈസേഷൻ ഏതാണ്, ഏത് മോളിക്യൂളിന് ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്, അതിന്റെ ഷേപ്പ്, ഇതൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബെറിലിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ബെറിലിയത്തിന്റെ നിമ്നോർജ്ജ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 ആണ്, അല്ലെ. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ബെറിലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2, അല്ലെ. അപ്പം 2sൽ രണ്ട് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ ദ്വിസംയോജകതയ്ക്ക് കാരണം ഉത്തേജിക അവസ്ഥയിൽ രണ്ട് 2s ഇലക്ട്രോണുകളിൽ നിന്ന് ഒരെണ്ണം ശൂന്യമായ 2p ഓർബിറ്റലുകളിലേക്ക് മാറ്റപ്പെടുന്നതാണ്. അതായത് അടുത്തത് 2p ഓർബിറ്റൽ ആണുള്ളത്, അല്ലെ. അപ്പൊ 2p ഓർബിറ്റലിലോട്ട് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് ആയിട്ട് പോകുന്നു. അതാണ് അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് ആയിട്ട് 2p ഓർബിറ്റലിലോട്ട് പോകുന്നു. അപ്പൊ എന്തായി? പിന്നീട് ഈ 2s ഓർബിറ്റലും 2p ഓർബിറ്റലിലും സങ്കരണം ചെയ്ത് രണ്ട് sp സങ്കരണ ഓർബിറ്റലും ഉണ്ടാകുന്നു. അപ്പൊ എന്താണ്? ബെറിലിയത്തിന്റെ കാര്യത്തിൽ ഈ 2s2 ആയിരുന്നു, 1s2 2s2 ആയിരുന്നു. അതായത് 2sൽ രണ്ട് ഇലക്ട്രോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ എന്താണ്? എക്സൈറ്റഡ് ആയിട്ട് 2p ഓർബിറ്റലിലോട്ട് പോയി. അപ്പൊ ഈ ഒരു 2sന്റെ ഒരു ഓർബിറ്റലും 2pയുടെ ഒരു ഓർബിറ്റലും കൂടെ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസ് ചെയ്തു. അങ്ങനെയാണ് രണ്ട് sp ഓർബിറ്റലുകൾ, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ രണ്ട് sp സങ്കര ഓർബിറ്റലുകളും 180 ഡിഗ്രി കോണളവിൽ വിപരീത ദിശയിൽ ക്രമീകരിക്കപ്പെടുന്നു. ഓരോ sp സങ്കരണ ഓർബിറ്റലിലും ക്ലോറിന്റെ 3p ഓർബിറ്റലുകളുമായി അക്ഷീയ അതിവ്യാപനത്തിൽ ഏർപ്പെടുകയും രണ്ട് ബെറിലിയം ക്ലോറൈഡ് സിഗ്മ ബന്ധനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സോ ഇതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ്? നമ്മുടെ 1sഉം 2sഉം അതുപോലെ തന്നെ നമ്മുടെ 2p ഓർബിറ്റൽസ് എന്താണ്? 2pയുടെ ഓരോ ഓർബിറ്റലുകൾ വീതം ഇവരെന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസ്ഡ് ആവുന്നു. അങ്ങനെ ഫോം ചെയ്ത sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് കാണിക്കുന്നത്. അവരുടെ ഇടയിലുള്ള ആംഗിൾ കണ്ടോ? 180 ഡിഗ്രി ആണ്. അങ്ങനെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബെറിലിയം ആണ്. ഈ ബെറിലിയത്തിന് ചുറ്റുമാണ് ക്ലോറിൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ക്ലോറിന്റെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാലോ. 1s2 2s2 2p6 3s2 3p5 ആണ്, അല്ലെ. അപ്പൊ 3s2 3p5 ആണ് ലാസ്റ്റ് വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 3pയുടെ അവിടെ എത്രയാണ്? 3 ഓർബിറ്റൽസിൽ 1 2 3 4 5, അല്ലെ. 5 ഇലക്ട്രോൺസ് ആണ് 3p ഓർബിറ്റലിലുള്ളത്. അപ്പൊ കാണാം. അപ്പൊ ഈ ഒരു p ഉണ്ടല്ലേ, ഈ ഒരു p ഓർബിറ്റലായിരിക്കും എന്തെന്ന്? ഈ ബെറിലിയവുമായിട്ട് പിന്നീട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. രണ്ട് s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലും സങ്കരണം ചെയ്ത് രണ്ട് sp സങ്കര ഓർബിറ്റലും ഉണ്ടാകുന്നു. ഓക്കെ, ബെറിലിയത്തിന്റെ കേസാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ബെറിലിയത്തിന്റെ കേസാണ്. 2s ഓർബിറ്റലും 2p ഓർബിറ്റലും എന്ത് ചെയ്തു? ഹൈബ്രിഡൈസ് ചെയ്തു. എന്നിട്ട് രണ്ട് sp സങ്കര ഓർബിറ്റൽ, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അവരുടെ ഇടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. സോ അത് കഴിഞ്ഞിട്ട് ഓരോ sp സങ്കരണ ഓർബിറ്റലും ക്ലോറിന്റെ 3p ഓർബിറ്റലുമായി അക്ഷീയ അതിവ്യാപനത്തിൽ ഏർപ്പെടുന്നു. രണ്ട് ക്ലോറിൻ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ക്ലോറിന്റെയും ഈ 3p ഓർബിറ്റൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ എൻഡിലും എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിവ്യാപനം ഓവർലാപ്പിംഗിൽ ഏർപ്പെടുന്നു. അങ്ങനെയാണ് ബെറിലിയം ക്ലോറൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അത് ഹെഡ് ഓൺ ബോണ്ടിങ് അല്ലേ. അപ്പൊ ഹെഡ് ഓൺ ആകുമ്പോൾ എന്താണ്? നമ്മൾ സിഗ്മ
അല്ലെ, സിഗ്മ ബോണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ, എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തു. അപ്പം ക്ലോറിൻ രണ്ട് സൈഡിലും ബെറിലിയം ആയിട്ട് ഓവർലാപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് BeCl2 എന്ന് പറയുന്നത് കിട്ടി. അപ്പം അതിന്റെ സ്ട്രക്ചർ നോക്കാം. എന്താണ്, ലീനിയർ സ്ട്രക്ചർ ആണ്. ബെറിലിയം ക്ലോറൈഡിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ sp ഹൈബ്രിഡൈസേഷൻ ആണ് സെൻട്രൽ ആറ്റത്തിൻ്റെത്. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെയൊക്കെ മലയാളം ടേംസ് ഒന്ന് നോക്കി വെച്ചോളുക. ദെൻ രേഖീയ സങ്കരണം അല്ലെങ്കിൽ വികർണ സങ്കരണം. ഓക്കെ, സോ അതാണ് ബെറിലിയം ക്ലോറൈഡ് sp ഹൈബ്രിഡൈസേഷന് ഉദാഹരണം. അടുത്തത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, sp2 സങ്കരണം. ഈ സങ്കരണത്തിൽ ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലുകളുമാണ് ഉള്ളത്. അപ്പം അത് അങ്ങനെ മൂന്ന് തുല്യ sp2 സങ്കരണ ഓർബിറ്റലും ഉണ്ടാകുന്നു. അറിയാലോ, 1 s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് മൂന്ന് എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് BCl3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BCl3യിൽ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1s2 2s2 2p1. അപ്പൊ എന്താണ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം ബോറോൺ എന്ന് പറയുന്നത്. സോ 1s2 2s 2p 1s 2s 2p. അപ്പോൾ 1s2 എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ, 2s2 എന്ന് പറയുമ്പോൾ അഗെയിൻ രണ്ട് ഇലക്ട്രോൺ, 2pക്ക് മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം എന്താണ്, ഒരു ഇലക്ട്രോൺ. ഇതാണ് ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2sൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, 2pയിലോട്ട് ചാടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ ഒരു ഇലക്ട്രോണും ആവും, ഇവിടുന്ന് ഒരാൾ ചാടിപ്പോയി. അപ്പോൾ എന്താ, മൂന്ന് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കിട്ടി, അല്ലെങ്കിൽ മൂന്ന് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ അല്ലേ, ഒരു s ഓർബിറ്റലും രണ്ട് p ഓർബിറ്റലുകളും. ഇനി ഈ ഉത്തേജിത അവസ്ഥയിൽ 2s ഇലക്ട്രോണുകളിൽ ഒരെണ്ണം ശൂന്യമായ 2p ഓർബിറ്റലിലേക്ക് സ്ഥാനക്കയറ്റം ചെയ്യപ്പെടുന്നു. അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. അത് കഴിഞ്ഞ് അതിന്റെ ഫലമായി ബോറോണിന് ജോഡിയില്ലാത്ത മൂന്ന് ഇലക്ട്രോണുകൾ കിട്ടുന്നു. അതാണ് നമ്മൾ പറഞ്ഞ അൺപെയർഡ് ആയിട്ടുള്ള മൂന്ന് ഇലക്ട്രോൺസ് ആയി. ഈ ഓർബിറ്റലുകൾ മൂന്ന്, അതായത് ഒരു എസും രണ്ട് 2pയും സങ്കരണം ചെയ്യുമ്പോൾ മൂന്ന് sp2 സങ്കരണ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അല്ലെ, എന്താണ്, ഒരു s ഓർബിറ്റലും രണ്ട് 2p ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് മൂന്ന് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ, സോ അങ്ങനെ ഉണ്ടാകുന്ന മൂന്ന് സങ്കരണ ഓർബിറ്റലുകൾ ഒരു ത്രികോണീയ തലത്തിൽ ക്രമീകരിക്കപ്പെടുകയും അവ മൂന്ന് ക്ലോറിൻ ആറ്റങ്ങളുടെ 3p ഓർബിറ്റലുകളുമായി അതിവ്യാപനം, അതായത് ഓവർലാപ്പ് ചെയ്ത് മൂന്ന് ബോറോൺ ക്ലോറിൻ ബോണ്ട് ബന്ധനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണ്, അപ്പം നമ്മുടെ ബോറോണിന് മൂന്ന് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഈ മൂന്ന് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും നമ്മുടെ ക്ലോറിന്റെ 3p ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. നമുക്ക് ഫിഗറിൽ കാണാം, ക്ലോറിന്റെ 3p ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, ബെറിലിയം ക്ലോറൈഡിന്റെ ഷേപ്പ് നമുക്ക് കാണാം അല്ലെ. അപ്പൊ sp3 സങ്കരണ ഓർബിറ്റലിന്റെയും BCl3 തന്മാത്രയുടെയും രൂപീകരണം, ഷേപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്, ട്രയാഗണൽ പ്ലനാർ ആണ് ഷേപ്പ് അല്ലെ, ത്രികോണീയ സമതലവും അതിലെ BClയുടെ ആകൃതി ത്രികോണീയ സമതലവും അതിലെ ക്ലോറിൻ ബോറോൺ ക്ലോറിൻ ബന്ധന കോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതോർത്തോണം. ഷേപ്പ് ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ ഉള്ള മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ്, ട്രയാഗണൽ പ്ലനാർ അല്ലെങ്കിൽ ത്രികോണീയ സമതലം. അതിലെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. എക്സാമ്പിൾ ബെറിലിയം BCl3. ഓക്കെ, ബെറിലിയം ക്ലോറൈഡ് sp ആണ്, ഇത് BCl3 ആണ്. അതെന്താണ്, sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് 120 ഡിഗ്രി ബോണ്ട് ആംഗിൾ. ഓക്കെ അല്ലേ, അടുത്ത നോക്കാം. sp3 ഹൈബ്രിഡൈസേഷൻ, sp3 സങ്കരണം, അതായത് മീഥേൻ തന്മാത്രയെ ഉദാഹരണമാക്കിക്കൊണ്ട് ഇത്തരം സങ്കരണം നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ബാഹ്യതമ ഷെല്ലിലെ ഒരു s ഓർബിറ്റലും മൂന്ന് p ഓർബിറ്റലുകളും കൂടിക്കലർന്ന് 4 sp3 സങ്കരണ ഓർബിറ്റലും ഉണ്ടാകുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു s ഓർബിറ്റലും മൂന്ന് p ഓർബിറ്റലും കൂടെ ചേർന്നിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരിക്കും അവിടെ ഉണ്ടാകുക അല്ലെ. അപ്പൊ ഈ ഓർബിറ്റലുകൾക്ക് ഒരേ ഊർജ്ജവും ആകൃതിയുമാണ്. അതുപോലെ തന്നെ ഓരോ sp3 സങ്കരണ ഓർബിറ്റലിനും 25% s സ്വഭാവവും 75% p സ്വഭാവവും ഉണ്ട് അല്ലെ. നമുക്കറിയാലോ,
S1 P3 ആണെങ്കിൽ എന്താണ് എസിന് 25% സ്വഭാവവും അല്ലെ, എസ് സ്വഭാവം 25%, പി സ്വഭാവം 75% ആയിരിക്കും sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന്. സോ അങ്ങനെ ഉണ്ടാകുന്ന 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഒരു ചതുർഗത്തിന്റെ 4 മൂലകളിലേക്ക് ക്രമീകരിക്കപ്പെടുന്നു. എന്തായിരുന്നു ചതുർഗം? ഒരു ടെട്രാഹെഡ്രൽ അല്ലെ, ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ് എന്ന് പറയുന്നത്. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹെഡ്രൽ അല്ലെ ടെട്രാഹെഡ്രോൺ. ഓക്കെ, അതാണ് ചതുർഗം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയും VBT ഒക്കെ പഠിച്ചപ്പോൾ അവിടെ കുറച്ച് എക്സാമ്പിൾസിൽ ടെട്രാഹെഡ്രന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾസും കണ്ടതാണ് അല്ലെ. അപ്പൊ എന്താണ് ചിത്രത്തിൽ 4.12 കാണിച്ചിരിക്കുന്നത് പോലെ sp3 സങ്കരണ ഓർബിറ്റുകൾക്കിടയിലുള്ള കോണളവ് എത്രയാണ്? 109.5 ഡിഗ്രിയാണ്. ഓക്കെ, 109.5 ഡിഗ്രിയാണ്. അപ്പൊ ബോണ്ട് ആംഗിളും ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിക്കോളുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പം sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും 109 ഡിഗ്രി. ഇനി ഇതിലെ വ്യത്യാസം നമുക്ക് കാണാം. അതായത് sp3 സങ്കരണത്തിന്റെ സഹായത്തോടെ അമോണിയ, ജലം തുടങ്ങിയ തന്മാത്രകളുടെ ഘടന വിവരിക്കാം അല്ലെ. അമോണിയയിൽ നൈട്രജൻ നിമ്നോർജ്ജ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? അതായത് നമ്മുടെ അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്, നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. 2s2 2px1 2py1 2pz1, അതായത് 2s2 2p3 ആണ് വരുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ കാര്യമാണ് പറയുന്നത്. 2s2 2p3 ആണ്. 2p3 എന്ന് പറയുന്നത് അറിയാലോ, പിക്ക് 3 ഓർബിറ്റൽസ് ഉണ്ട്, px py pz. അപ്പൊ അതിൽ px-ൽ 1, py-ൽ 1, pz-ൽ 1 എന്നാണ്. ഇനി ഇവിടെ 3 sp3 സങ്കരണ ഓർബിറ്റലുകളിൽ ജോഡിയില്ലാത്ത ഇലക്ട്രോണുകളും നാലാമത്തേതിൽ ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ ഈ 3 സങ്കരണ ഓർബിറ്റലുകൾ ഹൈഡ്രജന്റെ 1s അറ്റോമിക ഓർബിറ്റലുകളുമായി അതിവ്യാപനം ചെയ്യുമ്പോൾ 3 നൈട്രജൻ ഹൈഡ്രജൻ എന്താണ് NH സിഗ്മ ബന്ധനങ്ങൾ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പൊ നൈട്രജൻ ആറ്റത്തിന് നമ്മൾ പറഞ്ഞു എന്താണ് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണുള്ളത്. അതിൽ 3 എണ്ണത്തിൽ എന്താണ് 3 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾക്ക് എന്താണ് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണുള്ളത്. അതുപോലെ നാലാമത്തതിന് എന്താണ് ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോൺ, അതായത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ അറിയാമല്ലോ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത സെറ്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പം 3 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്, ഓർബിറ്റൽസ് ഉണ്ട്. sp3 3 ഓർബിറ്റൽസിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ നാലാമത്തതിൽ ഏകാന്ത ജോഡി, അതായത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള മൂന്ന് sp3 ഓർബിറ്റൽസിലോട്ട് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെ. അതിവ്യാപനം ചെയ്യുമ്പോഴത്തേക്കും 3 NH സിഗ്മ ബോണ്ടുകൾ ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? അതായത് നൈട്രജനകത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അതിൽ 3 എണ്ണത്തിൽ മാത്രമേ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളൂ. അതുകൊണ്ട് 3 sp3യും ഒരു 1sഉം കൂടെ ചേർന്നിട്ട് എന്താണ് 3 NH ബോണ്ട് ഉണ്ടാവുന്നു. ബാക്കി റിമൈനിങ് ആയിട്ട് എന്താണ് ഒരു sp3യിൽ എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇതാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ NH ഒരു ബോണ്ട് ഫോം ചെയ്തു, NH ഒരു ബോണ്ട് ഫോം ചെയ്തു, NH ഒരു ബോണ്ട് ഫോം ചെയ്തു, അങ്ങനെ NH3 വിത്ത് ഒരു സെറ്റ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായി. ഓക്കെ, ഇനി രണ്ട് ബന്ധന ജോഡി ഇലക്ട്രോണുകൾ തമ്മിൽ ഉണ്ടാകുന്ന വികർഷണത്തെക്കാൾ കൂടുതൽ ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണും ഒരു ബന്ധന ജോഡി ഇലക്ട്രോണും തമ്മിലുള്ള വികർഷണം എന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോണ്ട് പെയർ റിപ്പൽഷൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ തന്മാത്രയുടെ ആകൃതിക്ക് വ്യതിയാനം സംഭവിക്കുകയും ഇതിന്റെ ബന്ധനകോൺ 105.5 ഡിഗ്രിയിൽ നിന്നും 107 ഡിഗ്രിയായി മാറുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞപ്പോഴും അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ റിപ്പൽഷൻ കാരണം ബോണ്ട് ആംഗിളിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം 109.5 ഡിഗ്രിയിൽ നിന്ന് 107 ഡിഗ്രി ആയിട്ട് ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പം അമോണിയയുടെ ബോണ്ട് ആംഗിൾ ഓർത്തോണം 107 ഡിഗ്രിയായി മാറുന്നു. അപ്പം എന്താണ് ചിത്രം 4.13 കാണിച്ചിരിക്കുന്നത് പോലെ അത്തരം തന്മാത്രയുടെ ഘടന പിരമിഡീയമാണ്. അപ്പൊ എന്താണ് അമോണിയയുടെ ഘടന എന്ന് പറയുന്നത് എന്താണ്? പിരമിഡൽ അല്ലെങ്കിൽ പിരമിഡീയം ആണ്. ഓക്കെ, അടുത്ത ജലതന്മാത്രയുടെ കാര്യമാണ് പറയുന്നത്. ജലതന്മാത്രയുടെ കാര്യത്തിൽ ഓക്സിജന്റെ 4 ഓർബിറ്റലുകൾ, അതായത് ഒരു 2sഉം 3 2pയും കൂടെ ചേർന്നിട്ട് sp3 സങ്കരണത്തിന് വിധേയമാകുന്നു. ഇതേപോലെ തന്നെ എന്താണ് ഒരു 2sഉം 3 2pയും കൂടെ ചേർന്നിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയി മാറുന്നു. പക്ഷേ
4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇവയിൽ 2 എണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺ വീതവും ബാക്കി 2 എണ്ണത്തിൽ ഓരോ ഏകാന്ത ജോഡി ഇലക്ട്രോണുകളുമുണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ വാട്ടറിന്റെ കേസ് ആണെങ്കിലും അവർക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷെ 2 പേർക്ക് അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളൂ. ബാക്കി 2 പേർക്ക് എന്താണ്, ഏകാന്ത ജോഡി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 4 sp3 സങ്കരണ ഓർബിറ്റലുകൾ ചതുർക്ക ഘടന കൈവരിക്കുമെങ്കിലും അതിന്റെ 2 മൂലകളിൽ ഹൈഡ്രജൻ ആറ്റങ്ങളും ബാക്കി 2 മൂലകളിൽ ഏകാന്ത ജോഡി ഇലക്ട്രോണുകളും ആയിരിക്കും. ഓക്കെ, ഓക്സിജന്റെ കാര്യമാണ് പറയുന്നത്. 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും കൂടെ ഒരു ടെട്രാഹെഡ്രൺ ഫോം ചെയ്യും അല്ലെ. പക്ഷെ എന്നാലും അതിൽ 2 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്താണ്, ഹൈഡ്രജൻ ആറ്റംസ് അവരുടെ ഓർബിറ്റൽസ് കൊണ്ടുവന്ന് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അവർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. സോ എന്താണ്, ഇവരുടെ ബോണ്ട് ആംഗിൾ വീണ്ടും 109.5 ഡിഗ്രിയിൽ നിന്ന് 104.5 ഡിഗ്രി ആയി കുറയുകയും അവരുടെ ഷേപ്പ് എന്തായി മാറും, ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ആകൃതി എന്നുള്ളൊരു ഷേപ്പായി മാറും. അഥവാ കോണീയ ആകൃതി. കോണീയ ആകൃതിയാണ് ആകൃതി കൈവരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വി ആകൃതി അഥവാ കോണീയ ആകൃതി കൈവരിക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ. അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മുടെ വാട്ടറിനുള്ളത്. ഇവിടെ ഉണ്ടോ, ഇത് ഓക്സിജൻ ആറ്റംസ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ബാക്കി 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പം sp3 sp2 ഇത്ര ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു. അവരുടെ ഓരോരോ എക്സാമ്പിൾസ് വീതം പറയുന്നു. അടുത്ത് നോക്കാം. ഇനി മറ്റു ഉദാഹരണങ്ങളുണ്ട്, ഒന്ന് ജസ്റ്റ് ഓടിച്ചു പറയാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇനി sp3 sp2 sp സങ്കരണങ്ങൾക്ക് മറ്റു ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. C2H6 തന്മാത്രയിലെ sp3 സങ്കരണം എന്താ നോക്കാം. അതായത് ഈഥെയ്ൻ ആണ്. ഈഥെയ്നിൽ എന്താ സംഭവിക്കുന്നത്, തന്മാത്രയിൽ 2 കാർബൺ ആറ്റങ്ങളും sp3 സങ്കരണത്തിലാണ് അല്ലെ. C2H6 ഈഥെയ്നിൽ 2 കാർബൺ ആറ്റംസും ഉണ്ട്. രണ്ടുപേരും എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് അല്ലെ. ഓരോ കാർബൺ ആറ്റത്തിന്റെയും 4 sp3 സങ്കര ഓർബിറ്റലുകളിൽ ഒരെണ്ണം വീതം പരസ്പരം അക്ഷീയ അതിവ്യാപനം ചെയ്യുകയും അങ്ങനെ ഒരു sp3 സിഗ്മ ബന്ധനം ഉണ്ടാകുകയും ചെയ്യും. ഓരോ കാർബണിന്റെയും അവശേഷിക്കുന്ന 3 sp3 സങ്കര ഓർബിറ്റലുകൾ 4.61 ഭാഗത്തിൽ ഓർബിറ്റലുകൾ ഭാഗത്തിൽ വിവരിച്ചതുപോലെ ഹൈഡ്രജൻ ആറ്റങ്ങളുമായി ചേർന്ന് sp3s സിഗ്മ ബന്ധനങ്ങൾ രൂപീകരിക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈഥെയ്നിലെ കാർബൺ കാർബൺ ബന്ധന ദൈർഘ്യം എന്ന് പറയുന്നത് 154 പൈക്കോമീറ്ററും ഓരോ കാർബൺ ഹൈഡ്രജൻ ബന്ധന ദൈർഘ്യം എന്ന് പറയുന്നത് 109 പൈക്കോമീറ്ററും ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാർബൺ ആറ്റത്തിൽ 2 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണുള്ളത്. അതിൽ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് 2 കാർബൺ ആറ്റങ്ങൾക്കും ഉള്ളത്. അതിൽ ഓരോന്ന് വീതം അവരെന്താണ് തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ എന്താണ്, സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. sp3 ഒരു സിഗ്മ ബോണ്ട് 2 കാർബൺ ആറ്റങ്ങൾക്ക് ഇടയിൽ ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താണ്, ഓരോ കാർബൺ ആറ്റത്തിനും 3 sp3 ഓർബിറ്റലുകൾ മിച്ചമുണ്ട് അല്ലെ, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ മിച്ചമുണ്ട്. അപ്പോൾ ആ 3ലോട്ടും എന്താണ്, ഹൈഡ്രജൻ ആറ്റംസ് വന്ന് ജോയിൻ ചെയ്യുന്നു അല്ലെ. അപ്പോൾ അങ്ങനെ എന്താണ്, 3 3 6 ഹൈഡ്രജൻ ആറ്റംസ് അവിടെ ജോയിൻ ആവും 2 കാർബൺ ആറ്റങ്ങളുമായിട്ട്. 1s ഓർബിറ്റൽ ആയിരിക്കും അല്ലെ, ഹൈഡ്രജന്റെ s ഓർബിറ്റൽസ് ആയിരിക്കും വന്ന് ഓവർലാപ്പ് ചെയ്യുന്നത്. അങ്ങനെ sp3s ഓർബിറ്റൽസ് ബോണ്ടിങ് സംഭവിക്കുന്നു. അവിടെ എന്താണ്, സിഗ്മ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ അങ്ങനെയാണ് C2H6 ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അതിൽ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്ററും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് 109 പൈക്കോമീറ്ററുമാണ്. ഈ വാല്യൂസും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇത് ഈഥെയ്നിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്തത് ഇഥീന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഇഥീന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്, C2H4 ആണ് അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എഥീൻ തന്മാത്രയിൽ കാർബണിന്റെ sp2 സങ്കര ഓർബിറ്റലുകളിൽ ഒരെണ്ണം മറ്റൊരു കാർബണിന്റെ sp2 സങ്കര ഓർബിറ്റലുകളുമായി അക്ഷീയ അതിവ്യാപനം ചെയ്യുകയും അങ്ങനെ ഒരു CC സിഗ്മ ബന്ധനം ഉണ്ടാകുകയും ചെയ്യുന്നു അല്ലെ. ഇതെപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാർബൺ എന്താണ്, 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടാകുക. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നു, രണ്ടുപേരുടെ ഓരോ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും തമ്മിൽ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്മ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. അതേപോലെ തന്നെ ഓരോ കാർബണിന്റെയും മറ്റ് 2 sp2, 3 ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ 2 കാർബൺ കാർബൺ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. ബാക്കി 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്താ ചെയ്യുന്നത്, 2 ഹൈഡ്രജൻ ആറ്റങ്ങളുമായി ചേർന്ന് sp2s സിഗ്മ ബന്ധന രൂപീകരണത്തിനായി ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ. അതായത് കാർബണിന് സെൻട്രൽ ആറ്റം ആയിട്ടുള്ള കാർബണിന് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യാനും ബാക്കി 2 എന്താണ്, കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വീതം ഫോം ചെയ്യാനും വേണ്ടിയിട്ട് യൂസ്ഡ് ആയി. ഓക്കെ,
സോ അങ്ങനെ എന്താണ് C2H4 രൂപീകരിക്കപ്പെട്ടു. ഇനി ഓരോ കാർബണിന്റെയും സങ്കരണത്തിൽ പങ്കെടുക്കാത്ത ഓർബിറ്റലുകൾ പാർശ്വിക അതിവ്യാപനം ചെയ്യുകയും അങ്ങനെ ഒരു ദുർബലമായ പൈ ബന്ധനം ഉണ്ടാകുകയും ചെയ്യുന്നു. സോ കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും തലത്തിന് മുകളിലും താഴെയുമായി രണ്ട് തുല്യ ഇലക്ട്രോൺ മേഘങ്ങളായിട്ടാണ് ഈ പൈ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. അല്ലെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഓരോ കാർബൺ ആറ്റത്തിന്റെ ഈ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റലുകൾ ഉണ്ടല്ലോ, അതായത് 2px അല്ലെങ്കിൽ 2py പോലുള്ള ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റലുകൾ, അവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇവര് എന്താണ് പാർശ്വിക അതിവ്യാപനം, അതായത് പാർഷ്യൽ ആയിട്ടുള്ള ഒരു എന്താണ് ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അവര് ഒരു പാർഷ്യൽ ഓവർലാപ്പിംഗിലോട്ട് പോകുന്നു. അങ്ങനെ എന്താണ് പറയുന്നത്, അങ്ങനെ അതിന്റെ ഫലമായിട്ട് എന്താണ് കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും തലത്തിന് മുകളിലും താഴെയുമായി രണ്ട് തുല്യ ഇലക്ട്രോൺ മേഘങ്ങൾ, അല്ലെ, മേഘങ്ങളായിട്ട് ഈ പൈ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, സോ ദീസ് ടു എന്താണ് pi electrons will be like they will lying as a electron clouds distributed above and below the plane of carbon and hydrogen atoms എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിനാൽ അത് ഈ ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്, കണ്ടോ, എഥീനിലെ സിഗ്മ ബന്ധനങ്ങളുടെ രൂപീകരണം. ഓക്കെ, സോ ദെൻ അതിനാൽ എഥീൻ തന്മാത്രയിൽ കാർബൺ കാർബൺ ബന്ധനത്തിൽ ഒരു sp2 സിഗ്മ ബന്ധനവും ഒരു പൈ ബന്ധനവും ഉണ്ട്. ഈ പൈ ബന്ധനം തന്മാത്രയുടെ തലത്തിന് ലംബമായിട്ടുള്ള സങ്കരണത്തിന് വിധേയമാകാത്ത p ഓർബിറ്റലുകൾ തമ്മിലാണ്. സോ കാർബൺ കാർബൺ ബന്ധന ദൈർഘ്യം 134 പൈക്കോമീറ്റർ ആണ്. കാർബൺ ഹൈഡ്രജൻ ബന്ധനം sp2s സിഗ്മ ബന്ധനവും ബന്ധന ദൈർഘ്യം 108 പൈക്കോമീറ്ററും ആണ്. ഓക്കെ, അത് ഒന്നോർത്തോണം, 108ഉം അതുപോലെ തന്നെ 134 പൈക്കോമീറ്ററും. ഇനി കാർബൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ കാർബൺ ഹൈഡ്രജൻ ബന്ധനകോൺ 117.6 ഡിഗ്രിയും ഹൈഡ്രജൻ കാർബൺ ബന്ധനകോൺ 121 ഡിഗ്രിയുമാണ്. സോ ചിത്രം 4.51 എഥീനിലെ സിഗ്മ പൈ ബന്ധനങ്ങളുടെ രൂപീകരണം എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കാർബൺ കാർബൺ തമ്മിൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അതിൽ ഒരു ബോണ്ട് പൈയും ആയിരിക്കും, ഒരു ബോണ്ട് സിഗ്മ ആയിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. C2H4 എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും, അല്ലേ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഒരു ബോണ്ട് പൈ ബോണ്ടും ഒരു ബോണ്ട് സിഗ്മ ബോണ്ടുമാണ്. ഓക്കെ, ഒരു ബോണ്ട് പൈ ബോണ്ടും ഒരു ബോണ്ട് എന്താണ് സിഗ്മ ബോണ്ടുമായിട്ടാണുള്ളത്. ഓക്കെ, സോ ഇനി C2H2 അല്ലെങ്കിൽ sp സങ്കരണം, അതിൽ sp സങ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഈഥൈൻ തന്മാത്രയുടെ രൂപീകരണത്തിൽ രണ്ട് കാർബൺ ആറ്റങ്ങളും sp സങ്കരണത്തിൽ പങ്കെടുക്കുന്നു, അല്ലെ, അപ്പൊ രണ്ട് കാർബൺ ആറ്റത്തിനും sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണുള്ളത്. ഈ രണ്ട് കാർബൺ ആറ്റങ്ങളിലും സങ്കരണങ്ങളിൽ പങ്കെടുക്കാത്ത രണ്ട് p ഓർബിറ്റലുകൾ വീതം ഉണ്ട്, അതായത് 2py 2px. അപ്പൊ ഇവിടെയും എന്താണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഓർബിറ്റൽസ് ഉണ്ട്, 2pxും 2pyയും. സോ ഇവിടെ ഒരു കാർബൺ ആറ്റത്തിന്റെ ഒരു sp സങ്കരണ ഓർബിറ്റൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന്റെ sp സങ്കരണ ഓർബിറ്റലുമായി അക്ഷീയ അതിവ്യാപനം ചെയ്യുകയും അങ്ങനെ ഒരു കാർബൺ കാർബൺ സിഗ്മ ബന്ധനം ഉണ്ടാകുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ കാർബൺ സിഗ്മ ബന്ധനം അവിടെ എന്താണ് sp2ഉം sp2 ആയിരുന്നു. ഇവിടെ എന്താണ് രണ്ട്, അതായത് ഒരു കാർബണിന്റെ sp മറ്റേ കാർബണിന്റെ sp തമ്മിൽ എന്താണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ഹൈബ്രിഡൈസ് ചെയ്തിട്ട് അവരെന്താണ് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അതായത് ഫസ്റ്റ് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി എന്താ, ഓരോ കാർബണിന്റെയും രണ്ടാമത്തെ സങ്കര ഓർബിറ്റിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ അർത്ഥപൂരിത s ഓർബിറ്റലുകളുമായി അക്ഷീയ വ്യാപനം ചെയ്യുന്നു, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് sp ഓർബിറ്റലുകളാണ് ഉള്ളത്. അതിൽ ഓരോ sp ഓർബിറ്റലുകൾ കാർബൺ കാർബണുമായി ബന്ധപ്പെട്ട സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. പിന്നെ മിച്ചമുള്ള ഒരു sp ഓർബിറ്റൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഹൈഡ്രജൻ s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയും സിഗ്മ ബന്ധനങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫിഗർ ഒന്ന് കാണിച്ചാൽ മനസ്സിലാവും. കണ്ടില്ലേ, രണ്ട് കാർബണിന്റെ sp ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത sp ഓർബിറ്റലുമായിട്ട് എന്താണ് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്, സോ കൂടാതെ രണ്ട് കാർബൺ ആറ്റങ്ങളുടെയും സങ്കരണത്തിൽ പങ്കെടുക്കാത്ത രണ്ട് p ഓർബിറ്റുകൾ, അല്ലെ, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത രണ്ട് p ഓർബിറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, 2pyയും 2pxും, അല്ലെ, അവരെന്താ ചെയ്യുന്നത്, അവർ പാർശ്വിക അതിവ്യാപനം ചെയ്യുകയും കാർബൺ ആറ്റങ്ങൾക്കിടയിലായി രണ്ട് പൈ ബന്ധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഈ രണ്ട് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും എന്ത് ചെയ്യുന്നു,
അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരെന്താണ് രണ്ട് പൈ ബോണ്ടുകൾ ഉണ്ടാകുന്നു. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ രണ്ട് പൈ ബോണ്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താണ് കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ രണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയിലും ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുകയാണ്. ആ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് സിഗ്മയും ബാക്കി രണ്ട് ബോണ്ടുകൾ എന്താണ് പൈ ബോണ്ടുമാണ്. ഓക്കെ, അതുകൊണ്ട് ചിത്രം 4.16 കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിലായുള്ള ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കുന്നത് ഒരു സിഗ്മ ബന്ധനത്തിലൂടെയും രണ്ട് പൈ ബന്ധനങ്ങൾക്കൂടെയുമാണ്. ഓക്കെ, അപ്പം C2H2 സെൻട്രൽ ആറ്റം ആയിട്ടുള്ള കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പൊ എന്താ അതിൽ ഒന്ന് അടുത്ത കാർബണുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. പിന്നെ എന്താണ് അതിലെ രണ്ടാമത്തെ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ ആറ്റത്തിനെ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ആറ്റമായിട്ട് ഓവർലാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അവർക്ക് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. ആ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ഓർബിറ്റൽസ് ആണ് സിഗ്മ ബോണ്ടിങ്ങിന് കാരണമാകുന്നത്. അല്ലെ, അത് നോക്കാം. 2pxഉം 2pyയും കൂടെ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് അവർക്കൊരു പൈ ബോണ്ട് ഉണ്ടാകുന്നു. അടുത്തത് 2pyയും 2pyയും കൂടെ അടുത്ത പൈ ബോണ്ട്. ഓക്കെ, സോ അങ്ങനെ അവർക്കിടയിൽ എന്താണ് ഒരു ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പം sp2 sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെ, ഇവരുടെ ഒരു എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഡി ഓർബിറ്റലുകളുടെ ഉൾപ്പെടുന്ന സങ്കരണമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ അത് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ്, എവറിത്തിങ് യു ക്യാൻ കമൻറ്റ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.